ഞാൻ വായിച്ച കുറിവാക്യത്തിലേക്ക് വരികയാണ്. പ്രിയരെ, ശക്തനായൊരു മനുഷ്യൻ, ദൈവത്താൽ പിടിക്കപ്പെട്ടവൻ. ആമേ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ആമേ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുത്തൊരു ദൈവ മനുഷ്യൻ. ആമേ വചനം ഇങ്ങനെ കൃത്യമായി പറയുന്നു കേട്ടോ. ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് ആമേ പിടിക്കുക മാത്രമല്ല, ദൈവം അവനെ ആമേ വീണ്ടും ജനനത്തിലൂടെ പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, അവനെ ജീവിതത്തിനകത്ത് രഹസ്യമായ ഒരു അറേബ്യൻ മരുഭൂമി ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ലാത്തൊരു മരുഭൂമി, ഒറ്റപ്പെട്ടൊരു മരുഭൂമി, പ്രാർത്ഥിക്കാനും ആമേ ആരാധിക്കാനും കൂടെ ആരുമില്ലാത്ത സാഹചര്യം, ചേർത്തു പിടിക്കാൻ ആരുമില്ലാത്ത ജീവിതത്തിൻ്റെ സാഹചര്യം, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ ആമേ പൗലൂസിൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. അവൻ അറേബ്യൻ മരുഭൂമിയിൽ ഏകദേശം വർഷങ്ങൾ അവൻ ഒറ്റയ്ക്ക് പാർത്തു എന്ന് ചരിത്രം പറയുന്നു. അർത്ഥമെന്നറിയാമോ? ഇന്ന് പകൽക്കാലം ആരോടും കൈമാറാത്തത് ചിലത് കൈമാറുന്ന ഇടം എവിടെയെന്ന് ചോദിച്ചാൽ അത് വീടല്ല കുഞ്ഞ്, അത് ബംഗ്ലാവിലല്ല കുഞ്ഞ്, അത് കൊട്ടാരത്തിലല്ല കുഞ്ഞ്. ആരുമില്ലാത്ത ഏകാന്തതയുടെ മരുഭൂമികളിലാണ്, ആരുമില്ലാത്ത ഏകാന്തതയ്ക്കകത്ത് വെളിപ്പെടുന്ന ചില ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മിസ്ട്രികളുണ്ട്. അതിന്ന് പകൽക്കാലം പ്രാപിക്കാൻ ദൈവസഭ തയ്യാറാകണം. ഈ തലമുറയിൽ നീ വ്യത്യസ്തനായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ എല്ലാവരും പാടിയ പാട്ട് പാടിയ പോരാ, എല്ലാവരും പ്രസംഗിച്ച പ്രസംഗം പ്രസംഗിച്ചാൽ പോരാ. ചിലത് കർത്താവിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് കൊടുക്കത്തക്ക നിലവാരത്തിൽ ആത്മമനുഷ്യനെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ എൻകൗണ്ടറുകൾ വേണം. വിശ്വസിക്കുന്നവർ കരമടിച്ച് എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം, എൻ്റെ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ പകൽക്കാല വിശ്വാസത്തോട് ആത്മമനുഷ്യനെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ എൻകൗണ്ടറുകൾ വെളിപ്പെടുന്ന ചില മരുഭൂമികളിലേക്ക് ആത്മാവ് ചിലതിനെ ഈ പകൽക്കാല കൊണ്ടുപോകുന്ന ദിനരാത്രങ്ങളായി മാറട്ടെ. ഞാൻ കൊതിക്കുന്നു കേട്ടോ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ഇതുവരെ കയറാത്ത പ്രാർത്ഥനാ മുറിയിലേക്ക് നീ കയറി ചെല്ലണം. ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവിക നന്മകളുടെ വാതിലുകൾ നിന്റെ ജീവിതത്തിനകത്ത് തുറന്നു വരണമെങ്കിൽ ദൈവത്തിൻ്റെ വിസിറ്റേഷനുകൾ വെളിപ്പെടുന്ന ദിനരാത്രങ്ങൾ നിന്നിൽ ഉടലെടുക്കണം. ഇന്ന് പകൽക്കാലം നന്നായി എൻ്റെ ദൈവത്തിന് നല്ലൊരു ആരാധന കൊടുത്താട്ടെ. ഒരു മനുഷ്യനെ ശക്തനാക്കി മാറ്റുന്നത് നമ്മളെപ്പോഴും ചിന്തിക്കും അവൻ്റെ കയ്യിൽ നന്മ ഉള്ള സീസണുകളാണ്, അവൻ അനുഗ്രഹിക്കപ്പെട്ടെന്ന് ലോകം കാണുന്ന സീസണുകളാണ്, അവൻ വിടിവിക്കപ്പെട്ടെന്ന് ലോകം തിരിച്ചറിയുന്ന സീസണുകളാണ്. അല്ല കേട്ടോ, ഒരു മനുഷ്യനെ ശക്തനാക്കി മാറ്റുന്നത് അവൻ്റെ ഒറ്റപ്പെടലുകളാണ്, അവൻ്റെ ഏകാന്തതകൾക്കാണ്, അവൻ്റെ വേദനകൾക്കാണ്. അവനും ദൈവവും മാത്രമുള്ള മരുഭൂമിയാണ്, മോശയും ദൈവവും മാത്രമുള്ള സീനായിയാണ്, ദാവീദും ദൈവവും മാത്രമുള്ള വനാന്തരവുമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. ഈ തലമുറയിൽ വ്യത്യസ്തമായ വാക്തത്വ നിവർത്തിയിലേക്ക് കാലെടുത്ത് വെക്കണമെങ്കിൽ ചില അറേബ്യൻ മരുഭൂമികളുടെ അവസ്ഥകളിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ കൊണ്ടുപോകും. അധൈര്യപ്പെടേണ്ട ചില വേദനകൾ വരും, ചില ഒറ്റപ്പെടലുകൾ വരും, ചില നിന്ദകൾ, പരിഹാസങ്ങൾ, ചില അപമാനങ്ങൾ വരും. അവിടെയൊന്നും അധൈര്യപ്പെടരുത്. അവിടെയൊക്കെ മുഴങ്കാൽ ഇരുന്നിട്ട് ഒരു ഭക്തൻ പറയുന്നൊരു പറച്ചിലുണ്ട്. അടിയനിതാ, അടിയനോട് സംസാരിക്കണമേ. ശമൂവേലിനോട് പറയുന്നുണ്ട്, ഇനി അതുപോലൊരു വിളി കേട്ടാ ഓടി ഇങ്ങോട്ട് വരണ്ട, നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്നു കൊണ്ട് തിരിച്ചു പറഞ്ഞോണ്, അടിയനിതാ, അടിയനോട് സംസാരിക്കണമേ. ജീവിതത്തിൽ ഇന്ന് വരെയും ഫേസ് ചെയ്യാത്ത സീസണുകൾ വെളിപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം തൻ്റെ ഇടത്തോടെ പറയണേ, കർത്താവേ ഇത് സമയമാണ്, ഇതാണ് എൻ്റെ സമയം, നിനക്ക് എന്നോട് ചിലത് കൈമാറാനുള്ള സമയം, ഇതെന്നോട് സംസാരിക്കാനുള്ള സമയം, എന്നോടുള്ള ദൈവിക വാഗ്ദത്തം എന്നോട് കൈമാറാനുള്ള സമയം. ഞാൻ റെഡിയാണ്. ഈ തലമുറയിൽ ആരും ദൈവ ശബ്ദം കേൾക്കാനില്ലേലും ഈ തലമുറയിൽ അങ്ങയുടെ ശബ്ദം കേൾക്കുക, അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുക, അങ്ങയുടെ ദൈവരാജ്യത്തിന് വേണ്ടി ഒരു മിഷണറിയായി പോകുക. ഞാൻ റെഡിയാണ്. ഒരു അപ്പോസ്തലനായി പോകുക. ഞാൻ റെഡിയാണ്. ഒരു സുവിശേഷകനായി പോകുക. ഐ ആം റെഡി. ആത്മാവിൽ ഞാൻ പറയട്ടെ പ്രിയരെ, ഈ വാക്തത്വം കേട്ട മനുഷ്യനുണ്ടല്ലോ, ഈ വാക്തത്വം കേട്ട മനുഷ്യൻ അറേബ്യൻ മരുഭൂമിയിൽ നിന്ന്, കൊരിന്ത്യയ ലേഖനത്തിൽ നിന്ന് പറയുന്നു, കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും
ചെയ്തതെന്നാൽ എന്ന് ധൈര്യത്തോടെ പറഞ്ഞ മനുഷ്യൻ. ഹലോ, ഒരിക്കൽ പുതു നിയമത്തിനകത്ത് കർത്താവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഫോളോ മീ. പത്രോസിനോട് പറഞ്ഞതാ ഫോളോ മീ, എന്നെ അനുഗമിക്കാം. പക്ഷെ പുതു നിയമത്തിനകത്ത് എന്നെ അനുകരിക്കാൻ പറഞ്ഞൊരു മനുഷ്യനുണ്ടോ? എന്നെ അനുകരിക്കുക. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ഭാഷക്ക് തൻ്റെ ഇടമുണ്ടോ പറയാ? ഏതെങ്കിലും പ്രവാചകന്മാർക്ക് കഴിയോ? ഇതിനകത്തിരിക്കുന്ന ഏതെങ്കിലും വിശ്വാസികൾക്ക് കഴിയോ? ഇതിനകത്തിരിക്കുന്ന ഒരു മനുഷ്യനും കഴിയത്തില്ല. നിന്നെ നോക്കി അനുകരിക്കാൻ പറയാ. കാരണം അനുകരിക്കത്തക്ക നിലവാരത്തിൽ വിശുദ്ധ ജീവിതത്തിനകത്ത് യോഗ്യതയുണ്ടെന്ന് ഉറപ്പുള്ളൊരു മനുഷ്യൻ. പൗലോസ് പറയുക, ഇമിറ്റേറ്റ് മീ, എന്നെ അനുകരിക്കുക. എന്നെ അനുകരിക്കാൻ പറഞ്ഞ മനുഷ്യൻ, ഇത്രയും വലിയ വാക്തത്വം കേട്ട മനുഷ്യനെ ഇന്ന് പകൽക്കാലം തൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യമൊക്കെ കേട്ടാൽ ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ നോക്കി ദൈവം ഇത്രയും വലിയ വാക്തത്വമൊക്കെ കൊടുക്കുമോ എന്ന് നമുക്ക് ചിന്തിച്ചു പോകും. വചനം പറയുന്നു, ചരിത്രം പറയുന്നു, പൗലൂസിനെ പറ്റി പറയുന്നത് വെറും 4.25 അടി പൊക്കം മാത്രമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുള്ളനായൊരു മനുഷ്യൻ. അവൻ കുള്ളനായ മനുഷ്യൻ. പൗലൂസ് തന്നെ പറയുന്നുണ്ട്, തന്നെ പറ്റി പറയുന്നുണ്ട്, ഞാൻ അകാല പ്രജയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം തികയാതെ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചാപിള്ളയായി ജനിച്ചവൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനാൽ തന്നെ ഒത്തിരി വൈകല്യങ്ങൾ ശരീരത്തിനകത്തുള്ളവൻ. ദൈവസഭയുമായുള്ള ബന്ധത്തിൽ പൗലോസിനെതിരെ വരുന്ന ഒന്നാമത്തെ ആക്ഷേപം അവന് കണ്ണിന് ശോഭയില്ലെന്ന എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ പുസ്തകത്തിനകത്ത് പാസ്റ്ററെ പറ്റിയുള്ള ഒന്നാമത്തെ റിവാർഡ്, വിശ്വാസികൾ പറയുന്ന ഒന്നാമത്തെ കമന്റ്, പ്രസംഗിക്കുന്ന പാസ്റ്റർക്ക് കണ്ണിന് എന്തുവാ ശോഭയില്ലെന്ന്. കണ്ണിന് മങ്ങിയ കണ്ണ എന്ന് പറഞ്ഞാൽ ശോഭയില്ലാത്ത കണ്ണ്. ശോഭയില്ലാത്ത കണ്ണ്, ശരീരം മുഴുവന് ദൈവരാജ്യത്തിനു വേണ്ടി അടികൊണ്ട പാടുകൾ, ഇതെല്ലാം ഉള്ളൊരു മനുഷ്യനെ പറ്റി ദൈവം പറയുന്നത് കേട്ടോ. ദൈവം ജാതികൾക്കും രാജാക്കന്മാർക്കും വേണ്ടി തിരഞ്ഞെടുത്ത പാത്രമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാൻ കേട്ടോ. നിന്റെ സൗന്ദര്യം കണ്ടല്ല എൻ്റെ ദൈവം നിനക്ക് വാക്തത്വം തരുന്നത്. നിന്റെ കഴിവ് കണ്ടല്ല ദൈവം നിനക്ക് വാക്തത്വം തരുന്നത്. നിന്റെ കുടുംബ ശ്രേഷ്ഠത കണ്ടല്ല ദൈവം വാക്തത്വം തരുന്നത്. നിന്റെ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത നോക്കിയല്ല ദൈവം വാക്തത്വം തരുന്നത്. ഇന്ന് പകൽക്കാലം നിന്റെ കുറവുകളെ അറിഞ്ഞ് നിന്നെ വാക്തത്വം തന്ന് മാനിക്കുന്നൊരു കർത്താവുണ്ട്. നീ ഇന്ന് പകൽക്കാലം ആർക്കും യോഗ്യതയുള്ളവനാ നിന്നെ എണ്ണിയില്ലെങ്കിലും യോഗ്യതയുള്ളവനായി എണ്ണുന്നൊരു കർത്താവുണ്ട് കേട്ടോ. ഇന്ന് പകൽക്കാലം കുടുംബക്കാർ മാറ്റി നിർത്തിയാൽ, വീട്ടുകാർ മാറ്റി നിർത്തിയാൽ, ദേശക്കാർ മാറ്റി നിർത്തിയാൽ, കോളേജിൽ കൂട്ടുകാർ മാറ്റി നിർത്തിയാൽ, നിനക്കുള്ള അയോഗ്യതകളെ കണ്ട് നിന്നെ യോഗ്യനെന്നെണ്ണിയ ഒരേ ഒരു അപ്പനെയുള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന ദൈവമാണ്, ഞാൻ ആരാധിക്കുന്ന ദൈവമാണ്. നിന്റെ കുറവുകളെ നികത്തത്തക്ക നിലവാരത്തിൽ ദൈവിക വാക്തത്വം നിന്റെ മേൽ വെളിപ്പെടാൻ പോകുക. ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഏതൊക്കെ കുറവുകളുമാ, എൻ്റെ ജീവിതം കുറവുകൾ നിറഞ്ഞതാണല്ലോ, എൻ്റെ ജീവിതം വേദന നിറഞ്ഞതാണല്ലോ എന്നോർത്ത് കരയുന്ന ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്, കുഞ്ഞേ, നിനക്കെടുത്തു പറയാൻ 1000 കുറവുകൾ ഉണ്ടായാലും ഇന്ന് പകൽ ദൈവം പറയുക, ഞാൻ വാക്തത്വം വന്നു കഴിഞ്ഞാൽ നിന്റെ കുറവുകളെ അവ നികത്തി ഞാൻ പുറത്തെടുക്കും. പ്രിയരെ, എൻ്റെ കർത്താവിന് നിന്റെ കുറവ് ഒരു വിഷയമല്ല കേട്ടോ. വചനം പറയുന്നു, മോശ പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ വീക്കനാണ്, ഞാൻ തടിച്ച നാഹുള്ളവനാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിന് 30 ലക്ഷം പേരെ നടത്താൻ നിന്റെ നാവിൻ്റെ കെട്ടൊരു വിഷയമല്ല. വല്ലതും പിടികിട്ടുന്നുണ്ടോ? പൗലൂസിനെ പറ്റി പറയുന്നുണ്ട്, ഞാൻ ജാതികൾക്കും രാജാക്കന്മാർക്കും വേണ്ടി തിരഞ്ഞെടുത്ത പാത്രമാണ്. ഇന്ന് പകൽക്കാലം നിനക്കറിയാത്ത വഴികൾ എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. നീ ചിന്തിക്കാത്ത വാക്തത്വ നിവർത്തിയുടെ റൂട്ട് മാപ്പുകൾ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലുണ്ട് കേട്ടോ. ഇന്ന് പകൽക്കാലം വാക്ക് പറഞ്ഞ ദൈവം മാറത്തില്ല കേട്ടോ. ഇന്ന് പകൽ അകന്നു നിൽക്കുന്ന ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു നിന്നിട്ട് വാക്തത്വം നടന്നില്ലല്ലോ, അവര് പറഞ്ഞത് തെറ്റായത് കൊണ്ടായിരിക്കാം, ഇവര് പറഞ്ഞത് തെറ്റിയത് കൊണ്ടായിരിക്കാം. ഇല്ല കുഞ്ഞെ, നീ ദൈവസന്നിധിയിൽ നിന്ന് അകന്നത് കൊണ്ട്, നീ ദൈവത്തെ വിട്ട് മാറിയത് കൊണ്ട് ഈ പകൽക്കാലം എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറില്ല കേട്ടോ. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ന് പകൽക്കാലം നീ ഒന്ന് വളർന്ന ഈ പകൽക്കാലം ആത്മാവിലൊരു ദൂത് കൈമാറാ. 2026 ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു
മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ചിലത് എൻ്റെ കർത്താവ് 2026 നിന്റെ മുൻപിൽ നിരത്തി വയ്ക്കാൻ പോകുക. നിന്റെ മുൻപിൽ നിരത്തി വയ്ക്കാൻ പോകുക. എൻ്റെ ദൈവം നിന്റെ സീസണുകൾ തിരിക്ക്, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ തിരിക്ക്, നിന്റെ വേദനകളെ മാറ്റു, നിന്റെ കണ്ണുനീരിനെ ഒപ്പ്, നിന്റെ മാറയെ മധുരമാക്കു, നിന്റെ ജീവിതത്തിന്റെ വരണ്ട അവസ്ഥകൾക്കകത്ത് എൻ്റെ ദൈവം ചില നീരുറവകളെ തുറക്കും. പ്രിയരെ, യോഗ്യത നോക്കി മാർക്കിടുന്നത്, യോഗ്യത നോക്കി ചേർത്ത് നിർത്തുന്നത് മനുഷ്യനാ. നിന്നിലൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ പുറങ്കാല കൊണ്ട് ഫുട്ബോൾ കളിക്കും. പക്ഷെ ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് തിരഞ്ഞെടുത്തവൻ്റെ പ്രത്യേകത നോക്കി, വെറും 4.4 അടി പൊക്കം മാത്രം. കണ്ണമേൻ അവൻ ചാപിള്ളയാണ്, അവൻ്റെ കണ്ണിന് ശോഭയില്ല. പ്രിയരെ, പൗലൂസിനെ പറ്റി പറയും, എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1000 കുറവുകൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിനകത്തുണ്ട്, തൻ്റെ ശരീരത്തിനകത്തുണ്ട്, തൻ്റെ പുറമെയുള്ള മനുഷ്യനാമേ ശരീരത്തിനകത്തുണ്ട്, തൻ്റെ ജീവിതവുമായി ബന്ധത്തിനകത്ത് പൗലൂസിന് ഒത്തിരി കുറവുണ്ട് കേട്ടോ. അവൻ്റെ സുവിശേഷ നിമിത്തം ഒത്തിരി ഭംഗപ്പാടുകൾ തൻ്റെ ശരീരത്തിനകത്ത് സഹിച്ചവനാണ്. നാം വായിച്ച വചനം 12-ാം അധ്യായത്തിനകത്ത് ആ മനുഷ്യൻ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ്. ഈ കുറവുകൾ ഉണ്ടായിട്ട് പൗലൂസ് പറയുകയാണ്, എനിക്കൊരു മനുഷ്യനെ അറിയാം, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ. ഇന്ന് പകൽക്കാലം പുറമെ കുറവുള്ളവനാണെങ്കിൽ നിന്റെ അകത്തെ മനുഷ്യനെ ധൈര്യപ്പെടുത്താൻ നിനക്ക് കഴിയും. പുറമെ കുറവുകൾ ഉണ്ടെങ്കിൽ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്താൻ കഴിയും. ഇന്ന് പകൽക്കാലം തൻ്റെ ഇടത്തോട് പുതു നിയമത്തിനകത്ത് 3-ാം സ്വർഗത്തിന്റെ വെളിപ്പാട് പറഞ്ഞ ഒരു മനുഷ്യൻ പൗലൂസാണ് കേട്ടോ. ഇന്ന് പകൽക്കാലം പഴയ നിയമത്തിനകത്ത് ദാവീദ് ഒരിക്കൽ പാടി, ആമേൻ, എന്നെ സ്വർഗാദി സ്വർഗത്തിൽ അധിവസിക്കുന്ന ദൈവമേ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിനകത്ത് ദാവീദ് പാടി വെച്ചതിന്റെ പൂർണ്ണത വെളിപ്പെടുത്തിയൊരു മനുഷ്യൻ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യന്റെ ജീവിതത്തിനകത്തും വേദന വന്നെന്ന്. ഇന്നത്തെ തിയോളജികളും ഇന്നത്തെ പഠിപ്പീരുകളും ഇന്നത്തെ പ്രസംഗങ്ങളും കഷ്ടതയില്ലെന്ന് പറയുമ്പോൾ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, ഒട്ടനവധി മിഷണറി യാത്രകൾ നടത്തിയവൻ, ആമേ, ജാതികൾക്ക് രാജാക്കന്മാർക്കും വേണ്ടി തിരഞ്ഞെടുത്തൊരു പാത്രമെന്ന് പറഞ്ഞവൻ. വചനം അങ്ങനെ പറയുന്നു പ്രിയരെ. ആ മനുഷ്യനെ പറ്റി സ്വർഗം സാക്ഷ്യം പറയുന്നത് എന്തെന്നറിയാമോ? അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. എങ്കിലും അവൻ്റെ ജീവിതത്തിനകത്തൊരു കഷ്ടത വന്നു. ഇപ്പം കൽക്കാലം കഷ്ടത കണ്ട് ഓടരുത്, പ്രതിസന്ധികൾ കൊണ്ട് ഓടരുത്, വേദന കണ്ട് ഓടരുത്, നിന്ന കണ്ട് ഓടരുത്, അപമാനം കണ്ട് ഓടരുത്, ഇവിടം വച്ച് മതിയാക്കാമെന്ന് തീരുമാനമെടുത്തരുത്. നീ എടുക്കുന്നെങ്കിൽ എടുത്തോ. പക്ഷേ ഇന്ന് പകൽക്കാലം ക്രിസ്തു ഭക്തൻ്റെ പ്രത്യേകത കഷ്ടതയിലും പ്രശംസിക്കണം. പൗലൂസിന് പ്രശംസിക്കണം 1000 കാര്യങ്ങൾ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. ബെന്യാമീൻ ഗോത്രക്കാരൻ, ഞാൻ യഹൂദനാണ്, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, PhD തത്തുല്യമായ പഠനമുള്ള മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഒരു PhD ഹോൾഡറാണ്. ഏകദേശം 8 കോടി രൂപയോളം വരുന്ന കപ്പൽ മുതലാളിയാണ്. ഇതെല്ലാം ഉള്ള വ്യക്തി പറയുക, എടുത്തു പറയാൻ ഇതെല്ലാം ഉണ്ടെങ്കിൽ പ്രശംസിക്കാൻ ഇതൊന്നുമല്ല വക. കഷ്ടതയിൽ ഞാൻ പ്രശംസിക്കുക. എന്തിലാ പ്രശംസിക്കുന്നേ? കഷ്ടതയിൽ പ്രശംസിക്കുക. ഇന്ന് പകൽക്കാലം മറ്റൊരാലയത്തിൽ ഞാൻ പ്രസംഗിച്ചതുപോലെ ശത്രുക്കൾ നിമിത്തം എന്നെ നേരെയുള്ള പാതയിൽ, ദാവീദിന്റെ പ്രാർത്ഥന, കർത്താവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ, ശത്രുക്കൾ നിമിത്തം എന്നെ നേരെയുള്ള പാതയിൽ എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ ചിന്തയിൽ, അല്ലെങ്കിൽ ദാവീദ് പറയുന്നത് ദൈവത്തിന്റെ വഴികൾ, നേരെയുള്ള പാതകൾ വെളിപ്പെടുന്നത് ശത്രുക്കൾ നിമിത്തമാണ്. ആമേൻ, ഹല്ലേലൂയ. ശത്രുക്കൾ ഉള്ളത് കൊണ്ടാണ് ദാവീദ് നേരെയുള്ള പാതയിൽ പോകുന്നത്. ഇന്ന് പകൽക്കാലം കേട്ടേ പ്രിയരെ, ഈ ദൈവ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൗലൂസിനെ സംബന്ധിച്ചിടത്തോളം അവൻ കഷ്ടതകളിൽ പ്രശംസിക്കുന്നത് കഷ്ടത അവനെ തകർക്കാനല്ല. അവനൊരു ഉറപ്പുണ്ട്, ഈ കഷ്ടതയ്ക്കപ്പുറം ചിലത് ഞാൻ നേടിയെടുക്കാം.
ഇന്ന് പകൽ ആർക്കുമില്ലാത്ത കഷ്ടത നീ സഹിക്കുന്നുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത വേദന നിനക്കുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത, ഇതുവരെയും ഒരു മനുഷ്യന്റെ ജീവിതത്തിലും ഞാൻ കണ്ടിട്ടില്ലാത്ത വേദനകളും വിഷയങ്ങളും പ്രതിസന്ധികളും പ്രതികൂലതകളും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഒരു ദൂത് പറയാ, ഇതിനപ്പുറം ആരും കണ്ടിട്ടില്ലാത്തൊരു ദൈവമകത്ത് എൻ്റെ ദൈവം നിന്നെ കാണിക്കാൻ പോകുക. ഇതുവരെയും ആരും കണ്ടിട്ടില്ലാത്ത ചില വഴികൾ, വാതിലുകൾ, ചില വിശാലതകൾ, ചില നിയോഗങ്ങൾ എൻ്റെ ദൈവം നിനക്ക് കൈമാറുക. ഇന്ന് പകൽക്കാലം ഭീരുക്കളാണ് കഷ്ടതയെ ഭയപ്പെടുന്നത്. പക്ഷെ ഒരു ഭക്തൻ പറയുക, ഞാൻ കഷ്ടതയിൽ എന്ത് ചെയ്യുക? പ്രശംസിക്കുക. എന്ത് ചെയ്യുക? കഷ്ടതയിൽ ഞാൻ പ്രശംസിക്കുക. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവന് പ്രശംസിക്കാൻ പ്രിയരെ, ആമേ, അതുപോരായോ എന്ന് പറഞ്ഞാൽ സ്വർഗത്തോളം എത്തിയെന്ന വചനം പറയുന്നേ. അവന് പറയാം, നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എത്ര വേദികളിൽ സാക്ഷ്യം പറഞ്ഞേനെ. ഹലോ, നമ്മളൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഇല്ല, പുത്തരി കണ്ടത്തു നിന്ന് ഹോര സാക്ഷ്യം പറഞ്ഞേനെ. ഹലോ എൻ്റെ കർത്താവെന്നെ, ഹലോ, കട്ടൗട്ടിൽ വേണമെങ്കിൽ വച്ചനെ. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഭക്ത. ഹലോ, ആമേ, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഭക്തൻ പൗലോസ് ഇതൊന്നും പറയുന്നില്ല. ഇതെല്ലാം രഹസ്യമാണ്. ഇതെല്ലാം അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നതാണ്. പക്ഷെ പൗലോസ് പറയുക, ഞാൻ കഷ്ടതകളിൽ പ്രശംസിക്കുക. ഇന്ന് പകൽക്കാലം ഇന്നുള്ള വേദന കേട്ടോ, അത് നിനക്ക് ശോധനയെന്ന് നിനക്ക് തോന്നിയാലും, നിനക്ക് വേദനാജനകമെന്ന് തോന്നിയാലും, നാളത്തേതിൽ അതിൻ്റെ പിന്നിലൊരു മഹത്വമുണ്ട്, അതിൻ്റെ പിന്നിലൊരു നന്മയുണ്ട്, അതിൻ്റെ പിന്നിൽ നീ അറിയാത്തൊരു സന്തോഷമുണ്ട്, അതിൻ്റെ പിന്നിൽ നീ അറിയാത്ത നിത്യമായൊരു കനമുണ്ട്. ആമേൻ. അതിൻ്റെ പിന്നിൽ തേജസ്സിൻ്റെ പൊൻപിലരികിൽ വിശുദ്ധന്മാരുടെ പേര് വിളിക്കുമ്പോൾ, നിന്റെ പേര് വിളിക്കുമ്പോൾ നീ അനുഭവിച്ച കഷ്ടതയുടെ പിന്നിൽ മറഞ്ഞിരുന്നൊരു ദൈവിക പദ്ധതിയുണ്ട്. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, എൻ്റെ മുൻപും പിൻപും അവൻ എന്നെ അടച്ചു, അവൻ്റെ കരം എൻ്റെ മേൽ ഭാരമായി. എങ്കിലും അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? ഒരു പരിജ്ഞാനമുണ്ട്. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ്. അത്ഭുതമല്ല, അത്യത്ഭുതമാണ്. എന്ന് പറഞ്ഞാൽ കഷ്ടതയ്ക്ക് പിന്നിൽ അത്യത്ഭുതമായ ദൈവത്തിൻ്റെ പ്ലാനുകളുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക, ഈ കഷ്ടത കണ്ട് വിട്ടേച്ചു പോകരുത് കേട്ടോ. ഈ കർത്താവിനെ ഈ കഷ്ടതയിൽ തള്ളിപ്പറയരുത് കേട്ടോ. ഈ കഷ്ടതയിലും പിടിച്ചു നിൽക്കണം. ഇന്ന് പകൽക്കാലം ചിലപ്പോഴൊക്കെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിനകത്ത്, കഷ്ടതയുടെ തീച്ചുളയ്ക്കകത്ത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചെന്ന് വരില്ല കേട്ടോ. അമ്മേ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനകളുണ്ട്, മറുപടി വൈകുന്ന പ്രാർത്ഥനകളുണ്ട്. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനകളുണ്ട്, മറുപടി വൈകുന്ന പ്രാർത്ഥനകളുണ്ട്, മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനയുണ്ട്. അമ്മേ, നമ്മുടെ ചിന്ത പ്രാർത്ഥിച്ചാൽ ഉടനെ മറുപടി ലഭിക്കണമെന്നാ. പക്ഷെ ഇന്ന് പകൽക്കാലം മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനകളുണ്ട്, മറുപടി വൈകുന്ന പ്രാർത്ഥനകളുണ്ട്. ഹലോ, മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരമില്ല എന്നും കരുതി ദൈവം നിന്നെ മറന്നതുകൊണ്ടല്ല, നിന്റെ പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ടല്ല. ചില ഉത്തരങ്ങൾ ദൈവം തരാത്തത് അവനേക്കാൾ വലുതെന്തോ ദൈവം കരുതിയത് കൊണ്ടാണ്. നീ ചോദിച്ച ഉത്തരത്തേക്കാൾ, നീ ചോദിച്ച ആൻസറിനേക്കാൾ വലുത് കർത്താവിൻ്റെ കരത്തിലുള്ളത് കൊണ്ടാണ്. ഈ ഭക്തൻ കണ്ടോ പ്രിയരെ, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവർ കഷ്ടതയുടെ ആഴത്തിനകത്ത്, വേദപഠിതാക്കൾ പറയുന്നത് ഒട്ടനവധി രോഗം പൗലൂസിൻ്റെ ശരീരത്തിനകത്ത് വലുകിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ രോഗം കൊണ്ട് സഹിക്കാൻ വഴിയാതെ, രോഗത്തിൻ്റെ ബലഹീനതയ്ക്കകത്ത് പൗലൂസ് പറയുന്നുണ്ട്, ഞാൻ ദൈവസന്നിധിയിൽ 3 പ്രാവശ്യം അപേക്ഷിച്ചു, 1, 2 അല്ല, 3 പ്രാവശ്യം അപേക്ഷിച്ചു, അപ്പോഴൊന്നും മറുപടി വന്നില്ല. അടുത്ത പദമാണ് കർത്താവ് എന്നോട് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി. അത് ബലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവശക്തി. ഇന്ന് പകൽക്കാലം ദൈവം ചോദിക്കുക, കഷ്ടത മാറണോ, ശക്തി വേണോ? ഹലോ, കഷ്ടത മാറണോ, ശക്തി വേണോ? ഇന്ന് പകൽ ശക്തി
ശക്തി വന്നാലേ ഈ ബലഹീനതയൊന്നും നിനക്ക് ബലഹീനതയല്ലാതാകും. അമ്മ ദാവീദിനോട് ചോദിച്ചേ, ദാവീദേ നീ ആമേ ബാലസിംഹം വന്നപ്പോഴേ ആട്ടിൻകുട്ടിയെ വലിച്ചു കീറുന്നത് പോലെ നീ വലിച്ചു കീറിയില്ലേ? ഹലോ, ആട്ടിൻകുട്ടിയെ വലിച്ചു കീറുന്നത് പോലെ നീ വലിച്ചു കീറിയില്ലേ? ആ കരടി ചാടി വന്നപ്പോഴേ അവനെ അടിച്ചു കൊന്ന് തീർത്തു കളഞ്ഞില്ലേ? ദാവീദ് പറയും, ഇതെല്ലാം ബാലസിംഹം വന്നപ്പോഴോ കരടി എൻ്റെ മേൽ ചാടി വന്നപ്പോഴോ എനിക്കിതെല്ലാം ഒരു ആട്ടിൻകുട്ടിയെ പോലെയാ തോന്നിയത്. വല്ല കാര്യം പിടി കിട്ടിയോ? ലോകത്തിൻ്റെ മുമ്പിൽ വലിയ വിഷയമായിരിക്കുക, ലോകത്തിൻ്റെ മുമ്പിൽ വലിയ പ്രതിസന്ധിയായിരിക്കുക. പക്ഷെ അത് നിന്റെ മുമ്പിൽ വരുമ്പോൾ നിനക്ക് ചെറുതായി തോന്നും. അതിൻ്റെ പേര് ദൈവകൃപ. ഇന്ന് പകൽക്കാലം പലതിനെയും തകർത്തതായിരിക്കുക, പക്ഷെ നിന്റെ അടുക്കൽ വരുമ്പോൾ നിന്നെ തകർക്കാൻ കഴിയാത്തവണ്ണം നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവകൃപയുടെ ആഴമേറിയ കവറിങ് ഇതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ കരമടിച്ചു, ദൈവത്തെ നന്നായി സ്തുതിക്കണം. വിശ്വസിക്കുന്നവർ കരമടിച്ചു വായ്കളെ തുറന്ന് എൻ്റെ ദൈവത്തിന് നല്ല ആരാധന കൊടുത്താട്ടെ. എന്താ വേണ്ടത് പ്രിയരെ? കഷ്ടതയെ തികഞ്ഞു വരുന്നൊരു ദൈവശക്തി, ഈ ബലഹീനതയെ തികഞ്ഞു വരുന്നൊരു ദൈവശക്തി. ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നൂറുകണക്കിന് ബലഹീനതയുമായിട്ടായിരിക്കും ഇതിനകത്ത് വന്നത്, പക്ഷെ അതിനെ തികവുള്ളതാക്കുന്ന ദൈവശക്തിയുമായിട്ട് പോകണം. നിന്റെ ശരീരത്തിനകത്തുള്ള രോഗത്തെ ജയിക്കുന്ന ഒരു ദൈവശക്തിയുമായിട്ട് പോകണം. നിന്റെ ജീവിതത്തിനകത്തുള്ള വ്യതകളെ മാറ്റുന്ന ഒരു ദൈവശക്തിയുമായിട്ട് ഈ പകൽക്കാലം നീ കടന്നു പോകണം. ഇതുവരെ ചിന്തിക്കാത്ത വഴികൾ, വാതിലുകൾ കർത്താവ് നിനക്ക് വേണ്ടി തുറന്നു തരുന്ന സീസണുകളുമായി ഇന്ന് പകൽക്കാലം കടന്നു പോകാൻ കഴിയുമെങ്കിൽ ആത്മാവിലൊരു ദൂത് കൈമാറ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വഴികൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ശുശ്രൂഷയുടെ മുഖാന്തരങ്ങൾ, ഇതുവരെ ചിന്തിക്കാൻ കഴിയാത്ത ദൈവിക വാഗ്ദത്ത നിവർത്തികൾ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഈ തലമുറയിലല്ല ഈ നിമിഷം ചെയ്യാൻ വകയാ. ഹല്ലേലൂയ. പ്രിയരെ, പൗലോസ് പ്രാർത്ഥിച്ചതിന് മറുപടി ദൈവം കൊടുത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞു, കൃപ തരാന്ന്, കൃപ തരാന്ന്, കൃപ തരാന്ന്. എന്ത് തരാന്ന്? കൃപ തരാമെന്ന്. ആ കൃപ ലഭിച്ചവനാ, ആ കൃപ ലഭിച്ചവനാ 2 കോണ്ടിനെന്റുകളെ പിടിച്ചു കുലുക്കിയത്. യൂറോപ്പിനകത്ത് സഭ സ്ഥാപിച്ചത് കൃപ ലഭിച്ചവനാ. കുറവുണ്ടോ? ഉണ്ട്. ബലഹീനതയുണ്ടോ? ഉണ്ട്. കാഴ്ചയ്ക്ക് വലിയ രൂപഗുണമൊന്നുമില്ല, ഒന്നുമില്ല. പക്ഷേ കൃപയുള്ളവൻ കാലെടുത്തു വച്ചാൽ, കൃപയുള്ളവൻ കാലെടുത്തു വച്ച അമ്പകാരങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല. ഇന്ന് പകൽക്കാല നിന്റെ ശരീരം ബലഹീനമായിരിക്കാം, പക്ഷെ നീ വഹിക്കുന്ന ആത്മശക്തി ശക്തിയുള്ളതാണ്. നീ വഹിക്കുന്ന ദൈവകൃപ ശക്തിയുള്ളതാണ്. നീ ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾക്കകത്ത് ശത്രു ഇട്ടിരിക്കുന്ന ചില അടിസ്ഥാനങ്ങൾ കുലുങ്ങി മാറുക മാത്രമല്ല, ആ ദേശത്തിന്റെ കുടിയിരിപ്പുകൾ ഇന്ന് പകൽ ആരാധനയുടെ നടുവിൽ ഇളകി മാറുകയാണ്. നിന്റെ ജീവിതത്തിനകത്തൊരു സ്വസ്ഥത വെളിപ്പെടുത്തുകയാണ്. ദൈവാത്മാവ് അങ്ങനെ ഒരു ദൂത് തരുന്നത് കൊണ്ട് ഞാൻ പറയാ, യോശുവയുടെ പുസ്തകത്തിൽ ദൈവം പറയുന്നൊരു ദൂതുണ്ട്. യോശുവയുടെ മുൻപിൽ ദൈവം സകല ശത്രുക്കളെയും അടക്കി അവൻ എന്തു ചെയ്തു? സ്വസ്ഥത നൽകിയെന്ന്. ഹലോ, അതേ ദൂത് ദാവീദിനോട് പറയുന്നുണ്ട്. നിന്റെ സകല ശത്രുക്കളെയും ഞാൻ അടക്കി എന്ത് ചെയ്തു? സ്വസ്ഥത തരാൻ പോവുക. എന്നോട് ദൈവാത്മാവ് പറയുക, നീ ഇന്ന് പകൽക്കാലം ദൈവശക്തിയുമായി പോയ, ദൈവകൃപയുമായി പോയ ദേശത്തു നിന്ന് നിന്നെ ഓട്ടിക്കുമെന്ന്, നിന്റെ കുടുംബത്തെ മുച്ചൂടും മുടിച്ചു കളയുമെന്ന് പദ്ധതിയിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ നടുവിൽ എൻ്റെ ദൈവം നിന്നെ ജയാളിയെ പോലെ നിർത്തും. എൻ്റെ ദൈവം നിന്നെ ജയാളിയെ പോലെ നിർത്തും. നിനക്കെതിരെ പദ്ധതികൾ ഒരുക്കി നിന്നെ ചിതലമാക്കുമെന്ന് വെല്ലുവിളിച്ചവരുടെ മുൻപിൽ എൻ്റെ ദൈവം പ്രവചിക്കാൻ പറയുക, ഞാൻ നിനക്ക് സ്വസ്ഥത വരാൻ പോകുകയാ. അങ്ങനെ ആ സ്വസ്ഥത വെളിപ്പെടുന്നത് സകല ശത്രുക്കളെയും ആരടക്കും? ആരടക്കും? ദൈവം അടക്കും. നീ അടക്കാൻ പോകണ്ട, നീ ഒരു വാക്കും പറയാൻ പോകണ്ട, നീ അവർക്കെതിരെ പദ്ധതികൾ ഒരുക്കണ്ട, നീ ഒന്നും ചെയ്യണ്ട. നീ അവരോട് ക്ഷമിക്കുക, നീ അവരോട് പൊറുക്കുക, നീ ദൈവസന്നിധിയിൽ അടുത്ത് വാ. ദൈവശക്തി വ്യാപിക്കട്ടെ. ദൈവം ചിലതിനെ അടക്കം, ദൈവം ചിലതിനെ അടക്കുക. ദൈവം നിനക്ക് സ്വസ്ഥത തരുക. ദൈവം ചിലതിന് സ്വസ്ഥ നിന്നിൽ സ്വസ്ഥത വെളിപ്പെടുമ്പോൾ ചിലതിൻ്റെ സ്വസ്ഥതകളെ ദൈവം നഷ്ടമാക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രതീക്ഷയുണ്ട്?
ഇന്ന് പകൽ കർത്താവിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ, കർത്താവിൻ്റെ സാന്നിധ്യത്തെ ചുമന്നു കഴിഞ്ഞാൽ, ദൈവകൃപ അധികമായി വെളിപ്പെട്ടാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചു, കൃപമേ മഹത്വത്തിൽ നിന്ന് ആമേ മഹത്വത്തിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക്. ഇന്ന് പകൽക്കാലം ഈ കൃപയേക്കാൾ വലുത് വേറൊന്നുമില്ല കേട്ടോ. ഈ ലോകത്ത് നേടാൻ കഴിയുന്നത് ഒന്നുമില്ല കേട്ടോ. എത്ര പണം കൊടുത്താൽ ഈ കൃപ ലഭിക്കത്തില്ല. അല്ലോ വല്ല പിടികിട്ടിയോ? എത്ര പണം കൊടുത്താൽ ഈ കൃപ ലഭിക്കത്തില്ല. എന്തിനാ പൗലൂസ് ഈ കഷ്ടതയിൽ പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? പൗലൂസ് കഷ്ടതയിൽ പ്രശംസിക്കാൻ കാരണം ഈ കഷ്ടതയാണ് ഈ കൃപ പെരുകാനുള്ള കാരണം. വല്ല പിടി കിട്ടിയോ? പറയാൻ പ്രശംസിക്കാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതൊന്നും എടുത്തു പറയാതെ ഈ കഷ്ടതയിൽ പ്രശംസിക്കാൻ കാരണമെന്നറിയാമോ? ഈ കൃപ പെരുകിയത് ഈ കഷ്ടതകളാണ്. ഈ കൃപ പെരുകിയത് ഒറ്റപ്പെടലുകളാണ്. കൃപ നിന്റെ മേൽ വർദ്ധിച്ചത് നിന്റെ ജീവിതത്തിന്റെ താഴ്ചകളാണ്, നിന്റെ ജീവിതത്തിന്റെ വേദനാജനകമായ അവസ്ഥകളാണ്. ഇന്ന് പകൽ ആ കഷ്ടതകളാണ് കുഞ്ഞ് ഇന്ന് പകൽ നിന്നിൽ കൃപ വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ഭക്തന്മാർ പാടിയത്, കഷ്ടതയിലും പാടുവാ, നഷ്ടമതിൽ കൊണ്ടാടുവാ, കഷ്ടതയിലും പാടുവാ, നഷ്ടമതിൽ കൊണ്ടാടുവാ, ശക്തിയാരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാകുവാ, ശക്തിയാരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാകുവാ. പ്രിയരേ, പഴയകാല ഭക്തന്മാരെല്ലാം കഷ്ടതയെ പ്രശംസിച്ചത്, കഷ്ടത വലിയ ധനമെന്ന് പാടിയത് എന്തുകൊണ്ടെന്നറിയാമോ? കഷ്ടത ആഗ്രഹിച്ചിട്ടല്ല, കഷ്ടതയിൽ ജീവിക്കാൻ കൊതിച്ചത് കൊണ്ടുമല്ല. ഈ കഷ്ടതകളാണ് ദൈവകൃപയെ രുചിച്ചറിയാനിടയാക്കിയത്. ഈ കഷ്ടതകളാണ് ദൈവശക്തിയെ നിറവുള്ളതാക്കി മാറ്റിയത്. ഇന്ന് പകൽക്കാലം ഈ കഷ്ടതകളല്ലേ നിന്നെ കൊണ്ട് നിർത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഷ്ടതകളല്ലേ കുഞ്ഞേ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നിന്നെ നിർത്തിയത്. ഇല്ലായിരുന്നെങ്കിൽ ഇതിനകത്തിരിക്കുന്ന പകുതിയിൽ ആമയെ കൂടുതലും ഇതിനകത്ത് കാണില്ലായിരുന്നു. എവിടെയോ ഒക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ചില കഷ്ടതകൾ വീണ്ടും ദൈവത്തോട് അടുപ്പിച്ചു, ചില വേദനകൾ ദൈവത്തോട് വീണ്ടും അടുപ്പിച്ചു. ഇന്ന് പകൽക്കാലം കഷ്ടതയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് നല്ല സമയമാണ് കേട്ടോ. ദൈവത്തിൽ നിന്ന് അകലാനല്ല, ദൈവത്തോടടുത്ത് വന്ന് കൃപ പ്രാപിക്കുക, ദൈവത്തോടടുത്ത് വന്ന് കൃപ രുചിക്കുക. യാമേ ദൈവത്തിൽ നിന്ന് കൃപയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തിൻ്റെ മർമ്മങ്ങളെ തിരിച്ചറിയത്തക്ക നിലവാരത്തിൽ ആത്മമനുഷ്യനെ ബലപ്പെടുത്താൻ ഈ കഷ്ടതകൾ നല്ല സമയമാണ്. ഇത് പാഴാക്കരുത്, ഇത് വേണ്ടെന്ന് വയ്ക്കരുത്. കാരണം ഈ കഷ്ടതകളാണ് ദൈവത്തിൻ്റെ കൃപ നമ്മിൽ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവകൃപയുടെ ആഴത്തെ വെളിപ്പെടുത്തുന്നത് എന്താണ്? ഈ കഷ്ടതകളാണ്, ഈ കഷ്ടതകളാണ്. ഞാൻ ഇന്ന് പകൽക്കാലം ഇങ്ങനെ പറയട്ടെ, പൗലോസിനോട് പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, ബലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവശക്തിയാ. ആ ശക്തി നിന്നിൽ വെളിപ്പെട്ടത് ഈ കഷ്ടതകൾ മാറാത്തത് കൊണ്ടാണ്, ഈ വേദനകൾ മാറാത്തത് കൊണ്ടാണ്. ഞാനിങ്ങനെ പറയട്ടെ പ്രിയരെ, ഒരു ശക്തനായ മനുഷ്യൻ, ദൈവകൃപയിൽ നിൽക്കുന്ന മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ, അവൻ പ്രാർത്ഥിച്ചാൽ അനേകർ സൗഖ്യമാകും, അവൻ പ്രാർത്ഥിച്ചാൽ അനേകർ വിടുവിക്കപ്പെടും. പക്ഷെ അവൻ പ്രാർത്ഥിച്ചതിന് മറുപടിയില്ല. ദൈവം പറയുക, എൻ്റെ കൃപ നിനക്ക് മതി, മതി. പൗലൂസിന് ചോദിക്കാൻ ഒട്ടനവധി കാര്യങ്ങളില്ലേ? ഞാൻ പ്രാർത്ഥിച്ചവരെല്ലാം വിടുവിക്കപ്പെട്ടു, ഞാൻ പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു, ഞാൻ പ്രാർത്ഥിച്ചവരെല്ലാം സൗഖ്യമാകി. എൻ്റെ വിഷയം മാത്രം എന്തേ? ദൈവം പറയും, ഈ ശൂലം നിത്യതയോളം നിന്നെ കൊണ്ടെത്തിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ അത് വിശ്വസിക്കണം. ഈ കഷ്ടത തകർക്കാനല്ല, ഈ കഷ്ടതയ്ക്കകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ കഷ്ടതയ്ക്കപ്പുറം
ദൈവം വച്ചിരിക്കുന്ന ദൈവമഹത്വത്തിൻ്റെ സീസണുകളുണ്ട്. നിങ്ങളെൻ്റെ കൂടെയുണ്ടോ? പൗലോസ് എന്ന് പറയുന്ന ആത്മമനുഷ്യനെ ശക്തനാക്കി മാറ്റിയത് കഷ്ടതകളാണ്. നാം ചിന്തിച്ചു, കേവലം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നൊരു ശക്തിയല്ല പൗലോസിൽ നിന്ന് പുറപ്പെട്ടു വന്നത്. അമ്മേ, സങ്കീർത്തനം പ്രബോധിപ്പിക്കുന്ന സമയത്ത് ദൈവദാസൻ അത് ഓർമ്മപ്പെടുത്തി. പൗലോസ് എന്ന് പറയുന്ന ആത്മമനുഷ്യനിൽ നിന്ന് പുറപ്പെട്ടത് കേവലം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നൊരു ശക്തിയല്ല. പൗലോസിൽ നിന്ന് പുറപ്പെട്ട ശക്തി എന്ന് പറയുന്നത് അത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്. അമ്മേ, എഫെസോസ് എന്ന് പറയുന്ന പട്ടണത്തിനകത്ത് നിങ്ങൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ പഴയ ചരിത്രത്തിൻ്റെ ഈടുകൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എഫെസോസ് എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ നടുവിൽ അവിടെ സ്ഥിതി ചെയ്തിരുന്ന ഒരു ആർത്തമീസ് എന്ന് പറയുന്ന ദേവിയുടെ ക്ഷേത്രമുണ്ടായിരുന്നു. ചരിത്രം പറയുന്നത് ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചുള്ള അറിവാണ്. ചരിത്രം പറയുന്നത് ഏകദേശം 165 അടി ഉയരമുള്ള 165 അടി ഉയരമുള്ള 162 തൂണുകൾ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 165 അടി ഉയരമുള്ള 165 അടി ഉയരമുള്ള 162 തൂണുകൾ. 162 തൂണുകൾ കൊണ്ട് സ്ഥാപിക്കപ്പെട്ട ഒരു മഹാക്ഷേത്രമായിരുന്നു അർത്തമിസ് ദേവിയുടെ ക്ഷേത്രം. എന്ന് പറഞ്ഞാൽ എഫെസോസ് എന്ന് പറയുന്ന വാണിജ്യ പട്ടണം, എഫെസോസിലേക്ക് ആര് കാലെടുത്ത് വച്ചാലും ആദ്യം കാണുന്നത് ആ പട്ടണത്തിൻ്റെ ഭംഗിയല്ല, ആ പട്ടണത്തിൻ്റെ സൗന്ദര്യമല്ല, ആ പട്ടണത്തിൻ്റെ മധ്യഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ആ ക്ഷേത്രമാണ്. അമ്മേ, ഹല്ലേലൂയ. ആയിരക്കണക്കിന് ദേവദാസിമാർ ദിനവും ആരാധിച്ചു വന്നിരുന്നൊരു ക്ഷേത്രം. ഞാനതിലേക്കൊന്നും പോകുന്നില്ല. ആ പട്ടണത്തിനകത്ത് പൗലോസ് എന്ന് പറയുന്ന ആത്മമനുഷ്യൻ സഞ്ചരിച്ചു വരുന്ന കാലയളവിൽ ശ്രദ്ധിക്കണം, ചരിത്രം പറയുമ്പോൾ ഇങ്ങനെയാണ്: ഇത്രയും വലിയ തൂണുകൾ നാട്ടിയ ഹല്ലേലൂയ. അത് കേവലം നാട്ടുകയല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുള്ള ഏറ്റവും വലിയ ക്രെയിൻ ഉപയോഗിച്ചാൽ പോലും ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള 162 തൂണുകളാണ് നാട്ടിയിരിക്കുന്നത്. അത്രയും വലിപ്പമുള്ള ക്ഷേത്രം. ചരിത്രം ഇങ്ങനെ പറയുന്നത്, ഈ തൂണുകൾക്കകത്ത് ദിനരാത്രങ്ങൾ മന്ത്രവാദം ചെയ്ത് മന്ത്രവാദത്തിൻ്റെ ശക്തി ആവസിച്ച് തൂണുകൾ ഉയർത്തി നിർത്തി എന്നൊക്കെ പല കഥകളും പല എഴുത്തുകളും നമുക്ക് കാണാൻ കഴിയുമെന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുമായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ മാനുഷിക ചിന്തയ്ക്ക് അതീതമായി ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രം. അമ്മേ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഒരു മനുഷ്യനെ കൊണ്ടൊന്നും പണിത് തീർക്കാൻ കഴിയാത്ത രീതിയിൽ അത്രയും വലിപ്പമുള്ള, അത്രയും ആകൃതിയുള്ള ഒരു മഹാക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് എഫെസോസ് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഈ പട്ടണത്തിൻ്റെ നടുവിലാണ് നാം നേരത്തെ ചിന്തിച്ചു, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് കർത്താവ് പറഞ്ഞ 4.25 അടി പൊക്കം മാത്രമുള്ള ഒരു മനുഷ്യൻ. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ആ ക്ഷേത്രത്തിൻ്റെ ഉയർത്തം, വലിപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചേ. അതുപോലെ പൗലൂസിൻ്റെ വലിപ്പം ഒന്ന് ചിന്തിച്ചേ. പൗലൂസ് എഫെസോസ് മണ്ണിൽ കാലെടുത്ത് വച്ചപ്പോൾ പൗലൂസിൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന ദൈവശക്തി എഫെസോസിൽ വ്യാപരിച്ചിരുന്ന അർത്തമീസിൻ്റെ ശക്തിയെ തകർത്തെന്ന്. അമ്മേ, ഹല്ലേലൂയ.
എഫെസോസിൽ കുടിയിരുന്ന കുടിയിരിപ്പിനെ പൗലൂസിൽ വ്യാപിച്ചിരുന്ന ദൈവശക്തി തകർത്തെന്ന് ഇന്ന് പകൽക്കാലം ബലഹീനതയിൽ പ്രശംസിക്കാൻ പൗലൂസ് പറയുന്നതിന് കാരണമെന്നറിയാമോ? ഈ കഷ്ടതയാണ് ഈ ദൈവശക്തി എന്നിൽ വെളിപ്പെടുത്തിയത്. ഈ ശക്തിയുമായ ഞാൻ എഫെസോസിൽ കാലെടുത്തു വച്ചപ്പോ അർത്തമിസിന്റെ വ്യാപാരത്തെ എന്റെ ദൈവം വെട്ടിവീഴ്ചി അതിനകത്ത് സുവിശേഷത്തിന്റെ ദീപശിഖ ഉയർത്തിയെങ്കിൽ ഇന്ന് പകൽ എത്ര വലിയ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ കൊടികുത്തി വാഴുന്ന വേഷമാണ് അഭിഷിക്തന്മാർ കാലെടുത്തു വച്ച. ഇത്രയും വലിപ്പമുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അർത്തമിസ് ദേവി കുടികുത്തി വാഴുന്ന എഫെസോസിന്റെ മണ്ണിൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് മാർത്തനയ്ക്ക് മറുപടിയില്ലാത്ത ഒരുവൻ കാലെടുത്തു വച്ചപ്പോൾ അവനിൽ വ്യാപരിച്ചിരുന്ന ദൈവശക്തി അർത്തമിസിന്റെ തലയെ തകർത്തെന്ന്. ഇന്ന് പകൽ കൊതിയുണ്ടോ? നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നിന്റെ ദേശത്ത് വാഴുന്ന ചിലതിനെ തകർക്കുക, നിന്റെ കുടുംബത്തിനകത്ത് വാഴുന്ന ചിലതിനെ തകർക്കുക, ചില പാരമ്പര്യങ്ങളെ തകർക്കുക, ചില കുടിയിരിപ്പുകളെ തകർക്കുക, ചില മന്ത്രവാദികളുടെ പദ്ധതികളെ തകർക്കുക, ചില ആഭിചാരകന്മാരുടെ പദ്ധതികളെ തകർക്കുക. അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവന്ന് ഈ സീസണിനകത്ത് എൻ്റെ ദൈവം ആ പട്ടണത്തിനകത്ത് ഞാൻ ഇന്ന് പകൽക്കാലം തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്തു നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ കൊതിക്കുന്ന ഈ വചന അതിവേഗമോടി ചിലതിൻ്റെ ഇരിപ്പടങ്ങളെ ദൈവം പൊളിച്ചു മാറ്റി ഈ പട്ടണത്തിനകത്തൊരു വലിയ ഉണർവ് സംഭവിക്കട്ടെ. ആഗ്രഹമില്ലേ? തലമുറകളെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയ ചിലതിനെ തകർക്കാം. നിന്റെ കുടുംബത്തെ മുച്ചൂടും മുടിക്കാൻ പദ്ധതിയിട്ട ചിലതിനെ എങ്ങനെ തകർക്കാൻ? ദൈവകൃപയാൽ തകർക്കാൻ. പൗലൂസ് എഫെസോസിൽ കണ്ടത്, ശ്രദ്ധിക്കണമേ, പൗലൂസ് എഫെസോസിൽ കണ്ടത് അർത്തമിസ് ദേവിയുടെ ക്ഷേത്രമാണ്. അർത്തമിസ് ദേവിയുടെ ക്ഷേത്രമാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം ഒരു വെളിപ്പാട് ഞാൻ പറയട്ടെ. അവിടെ പൗലൂസ് കാലെടുത്ത് വച്ചപ്പോൾ അവൻ്റെ അടിസ്ഥാനത്തെ ദൈവം കുലുക്കി കളഞ്ഞു, അവനെ ദൈവാത്മാവ് ചിതറിച്ചു കളഞ്ഞു, അവനെ ദൈവം തകർത്തു കളഞ്ഞു. ഒരു വെളിപ്പാട് ഞാൻ പറയട്ടെ, സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിക്കാം. പ്രിയരെ, വെളിപ്പാട് പുസ്തകത്തിനകത്ത് അടുത്തൊരു തലമുറയിൽ യോഹന്നാൻ പത്മോസിൽ ആത്മവിവശനാകുമ്പോൾ യോഹന്നാൻ 7 സഭകൾക്ക് ദൂതെഴുതുമ്പോൾ, ഹല്ലേലൂയ, ദൂതെഴുതുമ്പോൾ കർത്താവ് യോഹന്നാനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് എഫെസോസിൽ അർത്തമിസ് ദേവിയുടെ ക്ഷേത്രം ഉയർന്നു നിൽക്കുന്നതല്ല. എഫെസോസിൽ തേജോമയനായ കർത്താവ് തേജസ്കരിക്കപ്പെട്ടവനായി ഉയർന്നു നിൽക്കുക. ഇന്ന് പകൽക്കാലം വല്ലവും പിടികിട്ടിയോ? ഒരു കാലഘട്ടത്തിനകത്ത് ഒരു ഭക്തൻ കാലെടുത്ത് വച്ച മണ്ണ് അഭിഷേകത്തിന്റെ നിറവിനാൽ പിടിക്കപ്പെട്ടു. അടുത്ത തലമുറകൾ കാണുന്നത് ആഭിചാരത്തെയല്ല, മന്ത്രവാദത്തെയല്ല, കുടിയിരിപ്പുകളെയല്ല, കൈനോട്ടക്കാരനെയല്ല. അടുത്ത തലമുറ കാണുന്നത് ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്, ക്രിസ്തുവിനെയാണ്. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെയാണെങ്കിൽ ഈ തലമുറയിൽ ആർ യു റെഡി ടു റിസീവ്? നിന്റെ തലമുറ നീ കണ്ടവല്ലോ തേജസ്കരിക്കപ്പെട്ടവനെ കാണട്ടെ. കൊതിയുണ്ടോ പ്രിയരെ? കൊതിയുണ്ടോ പ്രിയരെ? കൊതിയുണ്ടോ? ഒരു ഭക്തൻ ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നപ്പോൾ ആ കൃപയിൽ കാലെടുത്ത് വച്ചപ്പോ അവൻ കണ്ടതല്ല അടുത്ത തലമുറ കണ്ടത്. അവൻ കണ്ടതല്ല അടുത്ത തലമുറ കണ്ടത്. ഒരു പുസ്തകത്തിനകത്ത് ഞാൻ ഇങ്ങനെ വായിച്ചു. ഒരർദ്ധരാത്രിയിൽ ഒരു രാജാവ് ഒരു ദേശത്തുകൂടെ പോകുന്ന സമയത്ത് താൻ മാറിയാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ രൂപം മാറിയാണ് പോകുന്നത്. താൻ പോയി ഒരു വയോവൃദ്ധനായ മനുഷ്യൻ സൈഡിൽ ഇരിപ്പുണ്ട്. എൻ്റെ വായിച്ചയിലെ ഓർമ്മയിൽ ഞാൻ പറയുകയാണ്. അടുത്ത് തന്നെ ചെന്ന് തട്ടിയിട്ട് ചോദിച്ചു, ഇവിടെ ലിക്കർ ഷോപ്പൊന്നുമില്ലേ എന്ന് പറഞ്ഞാൽ മദ്യശാലകളൊന്നുമില്ലേ? രാത്രിയിലാണ് ഇംഗ്ലണ്ടിൻ്റെ തെരുവീതിയിലൂടെ പോകുമ്പോൾ ആ മനുഷ്യൻ ആ തണുത്തു വിറച്ചിരുന്ന മനുഷ്യൻ താൻ ഇട്ടിരുന്ന ആ പുതപ്പൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഈ വഴി ഇന്ന മനുഷ്യൻ പോയിരുന്നു. ഓർമ്മ ശരിയാണെങ്കിൽ ജോൺ വെസ്ലി ആണെന്ന് തോന്നുന്നു. ഈ വഴി ജോൺ വെസ്ലി പോയിരുന്നു. അർത്ഥം എന്തെന്നറിയാമോ? വർഷങ്ങൾക്ക് മുമ്പ് ഒരു മിഷണറിയായ ഒരു മനുഷ്യൻ ഈ ദേശത്ത് വന്നിരുന്നു. ആ മനുഷ്യൻ വന്നപ്പോൾ എല്ലാ മദ്യശാലകളും അടച്ചു പൂട്ടി.
ഹലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെയാണ് പൗലൂസിനെ പറ്റി കാണുന്നത്. പൗലൂസ് കാലെടുത്ത് വെച്ചപ്പോൾ അർത്തമിസ് തകർന്നു വീണു. ആ ബേബിയുടെ സ്വാധീനങ്ങൾ തകർന്നു വീണു. അവിടെ യോഹന്നാൻ കണ്ടതെന്ത്? തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ. ഇന്ന് പകൽ കൊതിയുണ്ടോ? ദൈവം അയക്കുന്ന രാജ്യത്ത്, ദൈവം അയക്കുന്ന പട്ടണത്തിൽ, ദൈവം അയക്കുന്ന ഗ്രാമത്തിൽ, ദൈവം അയക്കുന്ന പർവ്വതത്തിൻ്റെ മുകളിൽ, ഏത് താഴ്വരയിൽ കയറിപ്പോകുമ്പോൾ നീ കാണുന്നതല്ല, നിനക്ക് ശേഷം വരുന്നവർ കാണുന്നത്. നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി, നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം, അതിന് പൂർണ്ണമായൊരു മാറ്റം കൊണ്ടുവരും. അതിന് പൂർണ്ണമായൊരു മാറ്റം കൊണ്ടുവരും. റാഡിക്കൽ ചേഞ്ച്, പൂർണ്ണമായൊരു മാറ്റം കൊണ്ടുവരും. എന്തുകൊണ്ടുവരും? പൂർണ്ണമായൊരു മാറ്റം കൊണ്ടുവരും. Why it happen? എൻ്റെ കൃപ നിനക്ക് മതി. ഈ ബലഹീനതയെ തികഞ്ഞു വരുന്ന നാളുകളിൽ നീ പറയും, ഈ കഷ്ടതകളാണ് എന്നെ ശക്തനാക്കിയത്, ഈ വേദനയാണ് എന്നെ നിർത്തിയത്, ഈ സുവിശേഷത്തിൽ എന്നെ നിർത്തിയത് ഈ കഷ്ടതയാണ്, ഈ ഭാരമാണ്, ഈ നിന്ദയാണ്, ഈ അപമാനമാണ് ഞാൻ കുലുങ്ങാതെ നിന്നത്. ഇന്ന് പകൽക്കാലം നീ നിന്നത് കൊണ്ടല്ലേ ഒരു പട്ടണത്തെ ദൈവം വിടുവിച്ചേ? പൗലൂസേ, നീ കഷ്ടത അനുഭവിച്ചത് കൊണ്ടല്ലേ ഉറക്കളെപ്പ്, സഹോദരന്മാരുള്ള ആപത്ത്, കൂട്ടു സഹോദരന്മാരുള്ള ആപത്ത്, പൈതാകം, ആമ പട്ടിണി, അല്ലോ ഒട്ടനവധി കഷ്ടതകൾ നീ അനുഭവിച്ചിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം വേണ്ടെന്ന് പറഞ്ഞു പോകാതെ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നെ വേർപിരിക്കുന്നത് ആരെന്ന് നീ ചോദിച്ചത് കൊണ്ടല്ലേ യൂറോപ്പിനകത്ത് സഭകൾ വന്നത്. യൂറോപ്പിനകത്ത് സഭകൾ വന്നത് ആമേ വലിയ മിഷണറിമാരെ ആമേൻ ഏഷ്യ മൈനറിനകത്ത് ദൈവം എഴുന്നേൽപ്പിച്ചത്. നിന്റെ കൈവയ്പിനാൽ ആമേൻ അഭിഷേകം തീമോഥെയോസിൽ ജ്വലിച്ചത്. Why it happened? എന്തുകൊണ്ട്? കർത്താവിൻ്റെ നിന്ന് വലിയ ധനമെന്ന് ഒരു തലമുറ എണ്ണിയത് കൊണ്ട്. ഈ തലമുറയിൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക, കഷ്ടതയില്ലാത്ത ക്രിസ്തീയ ജീവിതമല്ല, കഷ്ടതയെ ജയിക്കുന്നൊരു ജീവിതം, കഷ്ടതയെ ജയിക്കുന്നൊരു ജീവിതം, കഷ്ടതയ്ക്കകത്തും ആ കർത്താവിനെ കാണുന്നൊരു ജീവിതം. ഓ ശബറഖുമനദലഗ റീമാനാധുരിഖമനദലഗട റീമാനാധേരഗൽഖമനദല ശേഖിരമനദലഗട. ദൈവത്തോട് പ്രാർത്ഥിക്കണം കേട്ടോ, കർത്താവേ ഒരു ശക്തനാക്കി നീ എന്നെ നിർത്തണം. ഓ വലിയ കട്ടൗട്ടിലൊന്നും പേര് വന്നില്ലേലോ, ആരും തിരിച്ചറിഞ്ഞില്ലേലോ, ആരും നിന്നെ പരിഗണിച്ചില്ലേലോ. ഈ പൗലൂസിനെയൊക്കെ പത്രോസ് പോലും അവനെ പരിഗണിച്ചില്ല. അവൻ്റെ അപ്പോസ്തലത്വമൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടു, ആരും പരിഗണിച്ചില്ലേലും കർത്താവ് അറിയുന്ന, കർത്താവ് തിരഞ്ഞെടുക്കുന്ന, കർത്താവ് മാറ്റി നിർത്തുന്ന ഒരു ശുശ്രൂഷകനായി മാറണം.